ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആര് സ്ഥാനാർത്ഥിയാവും, ആരൊക്കെ വരും, ആരാണ് ഇവിടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ചർച്ചകൾ നടന്നു. അപ്പോൾ അതിൽ വലതുപക്ഷമാണെങ്കിലും ഇടതുപക്ഷമാണെങ്കിലും ആര് സ്ഥാനാർത്ഥിയാകും എന്നതിൽ തർക്കങ്ങൾ അവർക്ക് ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ രാജിവെച്ചത് PV അൻവർ MLA ആയിരുന്ന PV അൻവർ ആയിരുന്നല്ലോ അവിടെ മുമ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ രാജിയുമായി ബന്ധപ്പെട്ടാണല്ലോ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്. അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും അതിനുശേഷം അദ്ദേഹം അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ഇടതുപക്ഷ വ്യതിചലനം നടത്തിയിട്ട് അദ്ദേഹം പുറത്തു പോയതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ആ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെടും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കും. നമ്മുടെ ചാനലൊക്കെ എടുത്തു നോക്കിയാൽ നിലമ്പൂരിൽ എന്ത് സംഭവിക്കും, നിലമ്പൂരിൽ PV അൻവർ എന്ത് പറയുന്നു എന്നുള്ള ചർച്ചകളാണ് വന്നുകൊണ്ടിരിക്കുന്നതൊക്കെ. അപ്പോൾ അതിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ അതിലേറ്റവും ശ്രദ്ധേയമായി നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങളെ നിങ്ങളെ മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മളിങ്ങനെ ഒരു ലൈവ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ നമ്മുടേതായ അഭിപ്രായങ്ങളാണ് ഈ പറയുന്നത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിന് യാതൊരുവിധ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ അഭിപ്രായമായിട്ട് ഇതിനെ കാണേണ്ടതില്ല. നമ്മുടെ സ്വയം അഭിപ്രായങ്ങളാണ് ഇത്തരത്തിൽ നമ്മൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ പറയട്ടെ. ഒട്ടനവധി കാലം വികസനത്തിൻ്റെ കുതിപ്പിലേക്ക് പോകേണ്ടിയിരുന്ന നിലമ്പൂർ നിയോജകമണ്ഡലം ഒരുപാട് കാലങ്ങളായി നിലമ്പൂർ സ്ഥിരമായിട്ട് നമ്മുടെ കുഞ്ഞാക്ക മരണപ്പെട്ടു പോയ മുൻ MLA ശ്രീ ആര്യാട മുഹമ്മദ് അവരുടെ മണ്ഡലമായിട്ടാണ് നിലനിന്ന് പോന്നിരുന്നത്. അദ്ദേഹം ഈയിടെയായി അദ്ദേഹം മരണപ്പെട്ടു പോവുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ മകൻ അവിടെ മത്സരിക്കുകയും പരാജയപ്പെടുകയുമാണ് ചെയ്തിട്ടുള്ളത്. അസമയത്ത് തന്നെയാണ് PV അൻവർ MLA ഇത്തരത്തിലൊരു സ്വതന്ത്ര പരിവേഷവുമായിട്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. ഇടതുപക്ഷത്തിൻ്റെ സപ്പോർട്ടോട് കൂടി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് അദ്ദേഹം അവിടെ നിന്ന് MLA ആയി മാറിയത്. അദ്ദേഹം ഒരുപാട് സ്ഥലത്ത് പോയിട്ട് പരാജയപ്പെടുകയും അദ്ദേഹം മത്സരിച്ചത് ഏറനാട്ടിൽ അദ്ദേഹം മത്സരിക്കുകയുണ്ടായി. അവിടുന്ന് അദ്ദേഹം പരാജയപ്പെട്ടു. അതിനുശേഷം പിന്നീട് അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഏറനാട്ടിൽ മത്സരത്തിന് ശേഷം അദ്ദേഹം വയനാട് പാർലമെൻറ്റിലേക്ക് മത്സരിക്കുകയുണ്ടായി. ആ സമയത്ത് അദ്ദേഹത്തിന് കിട്ടിയ വോട്ടിൻ്റെ ഷെയർ നില എന്ന് പറയുന്നത് 8000 അതിലധികമോ വരുന്ന വോട്ടുകളാണ് അദ്ദേഹത്തിന് നിലമ്പൂരിൽ നിന്ന് ലഭിച്ചത്. വെറും 8000 വോട്ടിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന അദ്ദേഹത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അടുത്ത തെരഞ്ഞെടുപ്പിൽ അടവ് നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതൊരു ചില സ്ഥലങ്ങളിൽ വിജയിപ്പിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് അദ്ദേഹത്തെ അവിടെ മത്സരിപ്പിക്കുകയുണ്ടായി. അടവ് നയം പോലെ അത് സാധ്യത എന്താണോ സാധ്യത അതിനനുസരിച്ചുള്ള ഒരു മത്സരമാണ് അവിടെ നടത്തിയിട്ടുള്ളത്.